എനിക്ക് മറക്കാനാവാത്ത ദിവസങ്ങളിൽ ഒന്നാട്ടോ ഇത്. കാലുകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉത്സവത്തിന് കൂടുന്നത്. അപ്പോൾ ആളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം എൻ്റെ കണ്ണുടക്കിയത് സിന്ദൂരങ്ങളിലേക്കാണ് കേട്ടോ. പലതരത്തിലുള്ള സിന്ദൂരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പയ്യെ അമ്പലത്തിനകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പഴയ മിഠായികളൊക്കെ കണ്ടപ്പോൾ ആ ഒരു നൊസ്റ്റു ഫീല് തോന്നിട്ടോ. പിന്നെ ഇവിടെ നിന്ന് പൊരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്നത് തെണ്ട് വഴിപാടാണ്. ആൾ തെണ്ട്, കാൽ തെണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പല അമ്പലങ്ങളിൽ നിന്നായിട്ട് ഘോഷയാത്രകൾ വരുന്നുണ്ടായിരുന്നു. ചെണ്ടമേളവും കാവടിയും തെയ്യവും കലാരൂപങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾക്കിങ്ങനെ അനുഗ്രഹം കൊടുക്കുന്നത് കാണുന്നുണ്ടേ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് വാളും ചിലമ്പൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നുറുക്ക്. ഏതൊരു ഉത്സവത്തിന് പോയാലും പെരുന്നാളിന് പോയാലും നമ്മൾ മറക്കാതെ വാങ്ങിക്കുന്ന ഒരു സാധനമാണിത്. ഇതിനെ നമ്മുടെ ഇവിടെ ഉഴുന്നാട എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് കിടക്കുകയാണ് ബജ്ജീസ്. ബജ്ജി ഇല്ലാതെ എന്ത് ഉത്സവാഘോഷം അല്ലേ. അങ്ങനെ ബജ്ജിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ച് വന്നപ്പോഴത്തേക്കിനും അടുത്ത അമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര വന്നു കേട്ടോ. പിന്നെ തെണ്ട് വഴിപാടിൻ്റെ കാര്യം പറഞ്ഞത്, മാവ് കുഴച്ച് പാളയിലാക്കി അത് കെട്ടി മണ്ണ് കുഴിച്ച് അതിനകത്തിട്ടിട്ടാണ് തെണ്ട് ചുടുന്നത്. അതൊരു പ്രധാന വഴിപാടാണ്. അതുപോലെ തന്നെയുള്ളൊരു വഴിപാട് കൂടിയാണ് പായസം ഉണ്ടാക്കുന്നതും വിര കുരു എന്ന് പറയുന്ന വഴിപാടും. അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം വീണ്ടും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ മടങ്ങിയേ.